ഏറ്റവും പ്രിയങ്കരനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ എന്നും ഒന്നൊന്നായി കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ ഈ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സത്യം പറയാമല്ലോ, മനസ്സിൽ ആഗ്രഹമില്ലാതിരുന്ന ഒരു സമയത്ത് ഇന്ന് കേരളത്തിൽ ഒരു MP ആയി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി തന്ന അദ്ദേഹം. എന്നെ വിളിച്ച് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, ദയവായി എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ്. ആ ഭാഷ കേട്ടുകൊണ്ട് സത്യത്തിൽ അന്ന് KPCCയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഒരു മത്സര രംഗത്തേക്ക് പോയ ഒരാളാണ്. ഏതായാലും ദൈവം സഹായിച്ച് ഇന്ന് UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ ലഭ്യമായ ഈ അവസരം ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു വലിയ ദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടി ഈ സമയം എടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ബഹുമാന്യായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങളെക്കുറിച്ചും തെറ്റായ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവിധ മേഖലകളെക്കുറിച്ചും അദ്ദേഹം ഒന്നൊന്നായി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. നിരവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. 2004 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല വഹിച്ച ഒരാളാണ്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ എങ്ങനെ വില കുറച്ച് കൊടുക്കണം എന്ന് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു. സത്യം പറയാമല്ലോ, ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഞാൻ പോയി കണ്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല, E. ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന അന്നത്തെ അതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രി, 96-ൽ മന്ത്രിയായിരുന്ന E. ചന്ദ്രശേഖരൻ നായരുടെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളും യാതൊരു വ്യക്തതയോടുകൂടി യാതൊരു തടസ്സവുമില്ലാതെ അദ്ദേഹം ചില കാര്യങ്ങൾ, ഇവിടെ മാവേലി സ്റ്റോറുകൾ തുടങ്ങിയതിനെ കുറിച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ മാവേലി സ്റ്റോർ തുടങ്ങുവാനുള്ള കാരണം എന്ത്? നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുവാനുള്ള അവസരം ഒരുക്കണം. ആ അവസരം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകണം. അത് തുടർന്നു കൊണ്ട് പോകണമെന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പരിപൂർണമായി ഞാൻ സ്വീകരിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു. ആ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് കൊടുക്കുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിയും.